പെങ്ങളെ കല്യാണം ആ സമയത്ത് എന്റെ പെങ്ങളെ കല്യാണം നടക്കാം, കല്യാണത്തിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും നടക്കാം. ഞാൻ വീട്ടിന്റെ റൂമിൽ ഞാൻ പുറത്തിറങ്ങിയില്ല. കല്യാണത്തിന്റെ ആ ഒരൊറ്റ ദിവസമാണ് ഞാൻ പുറത്തിറങ്ങിയത്. കല്യാണത്തിന്റെ ഒരു ദിവസം, ആ ദിവസമാണെങ്കിൽ അത്രയും കുടുംബക്കാരും ഇതെല്ലാമായിട്ട് ഫുള്ള് അത്രയും ഞാൻ ഇതായിപ്പോയി, തല വരുത്തു പോയി. അതിന്റെ പിറ്റേ ദിവസമാണ് ഞാൻ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയത്. അല്ല സൂയിസൈഡ് അല്ല, അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞേ, അത് ഞാൻ പറഞ്ഞോ മുന്നിട്ട് അറിയില്ല. മുന്നിൽ ജപ്പാൻ കുടിയുള്ള പദ്ധതി തൊട്ടൊരു ഒരു ബിൽഡിംഗ് ഉണ്ട് എന്റെ വീടിന്റെ തൊട്ടേ പുറത്ത്. ജപ്പാൻ കുടിയുള്ള പദ്ധതിന്റെ ഒരു വലിയ ടാങ്കും ഒരു വലിയ ഇതുണ്ട് കേട്ടോ. വലിയ എന്താ പറയാ, അന്നല്ല അതിന്റെ പിറ്റേന്ന് രാത്രി. കാരണം സ്വന്തം പെങ്ങളെ എല്ലാം നടക്കുന്നത്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ അക്കൗണ്ട് ബാലൻസ് സീറോ, മൈനസ് അല്ല, എത്ര 300 എത്രയാണ് എന്റെ അക്കൗണ്ട് ബാലൻസ്? 300 റുപ്യ എന്റെ അക്കൗണ്ട് ബാലൻസ്. പൈസ ഇല്ല കയ്യില്, ജീവിക്കാൻ എന്താ ചെയ്യേണ്ട അറിയില്ല. കുടുംബക്കാർ മൊത്തം അതിനാണെങ്കിൽ പോയി ചത്തുവിടാൻ നിൽക്കില്ല. സ്വന്തം പെങ്ങളെ കല്യാണത്തിന് ഒരു തരി പൊന്നു കാണിച്ചു കൊടുക്കാൻ എനിക്ക് കയ്യില് മൊത്തം അങ്ങനത്തെ സാധനങ്ങൾ. മനസ്സിലായി? ആ സമയമാണ് ഞാൻ പുറത്തിറങ്ങി. ഞാൻ അത്രയോ 3 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ഒരു മനുഷ്യനെല്ലാം കാണുന്നു. മനസ്സിലായി? അത് കല്യാണത്തിന് ആയിക്കൊണ്ടെന്ന് ആരെല്ലാം വരുന്നത് കുടുംബക്കാരല്ലോ. ഞാൻ കാണുമ്പോൾ ഫുള്ള് മറ്റേ ഗുഹയെന്നൊരു കുരങ്ങനെ ഇറങ്ങിയ പോലെ ഇങ്ങനെയുള്ള ഞാൻ എന്നോട് ആൾക്കാർ ഇത് പറയുന്നത്, നിനക്ക് പെങ്ങളെ കല്യാണത്തിനായിട്ട് ഇതായിക്കൂടെ പോയി ചത്തൂടെ, അങ്ങനത്തെ ഇത്. അന്ന് പെങ്ങളുടെ കല്യാണത്തിന് പിറ്റേന്ന് ഞാൻ ചാവാൻ തീരുമാനിച്ച് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ മുകളിൽ കയറി ചാവാൻ വേണ്ടിയിട്ട്. മനസ്സിലാവും? എന്നിട്ട് പേടിച്ചിട്ട് ചാവ് വേദന എടുക്കൂല, പേടിച്ചിട്ട് ഞാൻ ഇറക്കിയത്. എനിക്ക് എങ്ങനെ ധൈര്യം കിട്ടുന്നില്ല. ചാവാനുള്ള എല്ലാം മൈൻഡെല്ലാം പ്രിപ്പയർ ചെയ്ത്, പക്ഷെ ബോഡി ഞാൻ അനുവദിക്കുന്നില്ല. മനസ്സിലായി? ഈ വേദന എടുക്കുന്നതും കാരണം അത്രയും കൊല്ലം ഞാൻ ഉള്ളിൽ ബെഡിൽ മാത്രമല്ല ചെയറിൽ മാത്രം ഇത് ഗെയിം കളിച്ചതാണ്. ഞാൻ നടന്നിട്ട് പോയി കുറേ ദിവസമായി. മനസ്സിലാവും? അങ്ങനത്തെ ഒരു ടൈമാണ്. അപ്പം ബിൽഡിങ്ങിന്റെ മുകളിൽ വീണിട്ട് ചാവുന്നതല്ല ആലോചിക്കുമ്പോൾ തന്നെ